ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് റേഷ്യോ ആണ്. ഓപ്പറേറ്റിംഗ് റേഷ്യോ എസ്റ്റാബ്ലിഷസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആൻഡ് സെയിൽസ്. പ്രോഫിറ്റബിലിറ്റി റേഷ്യോയിൽ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് റേഷ്യോ ആണ് ഓപ്പറേറ്റിംഗ് റേഷ്യോ. അപ്പോൾ ഓപ്പറേറ്റിംഗ് റേഷ്യോ രണ്ട് ഐറ്റം തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് കാണിക്കുന്നത്. ഒരു ഓർഗനൈസേഷനിലുള്ള ഓപ്പറേറ്റിംഗ് കോസ്റ്റും അതുപോലെ സെയിൽസും, അത് രണ്ടും തമ്മിലുള്ള റേഷ്യോനെയാണ് റിലേഷൻഷിപ്പിനെയാണ് ഓപ്പറേറ്റിംഗ് റേഷ്യോ കാണിക്കുന്നത്. ഓപ്പറേറ്റിംഗ് റേഷ്യോ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. നമ്മൾ പറഞ്ഞു ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും അതുപോലെ നെറ്റ് സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഡിനോമിനേറ്ററിൽ നെറ്റ് സെയിൽസും ന്യൂമറേറ്ററിൽ നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും, മൊത്തത്തിലുള്ള ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ ഉണ്ടാകുന്ന കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും അതുപോലെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുമാണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്കറിയാം, കാണാനുള്ള ഇക്വേഷൻ അറിയാം, അതുപോലെ തന്നെ അതെന്താണെന്ന് അറിയാം. ട്രേഡിംഗ് അക്കൗണ്ടിലുള്ള ഡെബിറ്റ് സൈഡിലുള്ള എക്സ്പെൻസുകളാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. പ്ലസ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന എല്ലാ എക്സ്പെൻസുമാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. സോ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആണ് ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്? നമുക്കറിയാം, നമ്മൾ സാധാരണ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരക്കുമ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന എക്സ്പെൻസുകളാണ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്. അതായത് സാലറി, അതുപോലെ നമ്മൾ സാലറി, അതുപോലെ ഓഫീസിൻ്റെ അഡ്മിനിസ്ട്രേഷൻ പർപ്പസിന് വേണ്ടി എന്തൊക്കെ എക്സ്പെൻസ് ഉണ്ടായോ അത് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആണ്. പിന്നെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്, നമുക്ക് ഒരു നമ്മളുടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെ എക്സ്പെൻസ് വന്നോ അതും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. പിന്നെ ഫിനാൻഷ്യൽ എക്സ്പെൻസ് ലൈക്ക് ഇൻട്രസ്റ്റ് ഓൺ ഷോർട്ട് ടേം ലോൺ, ബാഡ് ഡെബ്റ്റ്സ്, ഡിസ്കൗണ്ട് അലൗഡ്, ഇതൊക്കെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുന്ന എല്ലാ ഐറ്റംസും, അതിൽ ബാഡ് ഡെബ്റ്റ്സ് പെടും, ഡിസ്കൗണ്ട് അലൗഡ്, ഡിപ്രീസിയേഷൻ, ഇതൊക്കെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളാണ്. The ideal operating ratio for a manufacturing concern is 75% to 85%. ഒരു ഓർഗനൈസേഷൻ്റെ ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 75% to 85% ആണ്. The operating ratio indicates the general profitability of an enterprise. It measures the operating efficiency of a firm. This helps in controlling the operating cost of the business. ഒരു ഓപ്പറേറ്റിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഓർഗനൈസേഷൻ്റെ ഓപ്പറേഷൻ അല്ലെങ്കിൽ പെർഫോമൻസ് ആൻഡ് എഫിഷ്യൻസി നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. ലോവർ ദ ഓപ്പറേറ്റിംഗ് റേഷ്യോ മോർ ദ എഫിഷ്യൻസി ആൻഡ് ഹയർ ദ പ്രോഫിറ്റ്സ്. ഓപ്പറേറ്റിംഗ് റേഷ്യോ വേറെയുള്ള എല്ലാ റേഷ്യോസും നമ്മൾ പറഞ്ഞു ഹയർ ആവുകയാണെങ്കിലാണ് നമുക്ക് ബെനഫിഷ്യൽ. ഇപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റും നെറ്റ് സെയിൽസും തമ്മിലുള്ള റിലേഷനാണ്. അപ്പോൾ എത്രത്തോളം പ്രോഫിറ്റ് കൂടുന്നോ, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കൂടുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പ്രോഫിറ്റ് കൂടുകയെന്നാണ്. അപ്പോൾ കൂടുന്തോറാണ് നമുക്ക് ബെനഫിഷ്യൽ. പക്ഷേ ഇവിടെ ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും സെയിൽസും തമ്മിലുള്ള റിലേഷനാണ് കാണിക്കുന്നത്. മൊത്തത്തിലുള്ള സെയിൽസിൽ എത്രത്തോളം എക്സ്പെൻസ് ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ലോവർ ആകുമ്പോഴാണ് നമുക്ക് ബെനഫിഷ്യൽ. നമ്മുടെ ഓപ്പറേറ്റിംഗ് റേഷ്യോ ലോവർ എന്ന് പറയുന്നത് സെയിൽസിൻ്റെ അത്രയും കുറവാണ് നമ്മളുടെ എക്സ്പെൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് കുറയുമ്പോഴാണ് ബെനഫിഷ്യൽ. അപ്പോൾ കുറയുമ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് പ്രോഫിറ്റ് കൂടുതലാണ് എന്നാണ്. ഓക്കെ, എങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് റേഷ്യോ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫ്രം ദ ഫോളോവിങ് കാൽക്കുലേറ്റ് ദ ഓപ്പറേറ്റിംഗ് റേഷ്യോ. തന്നിട്ടുണ്ട് സെയിൽസ് 7,60,000, സെയിൽസ് റിട്ടേൺസ് 10,000, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 4,80,000, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് 45,000, സെല്ലിംഗ് എക്സ്പെൻസസ് 75,000, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ 30,000. ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പറേറ്റിംഗ് റേഷ്യോ നമ്മൾ കാണണം. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റിംഗ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ ഇതാ. ഓപ്പറേറ്റിംഗ് റേഷ്യോ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ ആദ്യം നമുക്ക് നെറ്റ് സെയിൽസ് നോക്കാം. എന്താണ് നെറ്റ് സെയിൽസ്? ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്. നെറ്റ് സെയിൽസ് എന്ന് പറയുമ്പോൾ സെയിൽസിൽ നിന്നും എന്തെങ്കിലും റിട്ടേൺസ് ഉണ്ടെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞാലാണ് നമുക്ക് നെറ്റ് സെയിൽസ് കിട്ടുക. അപ്പോൾ നമുക്ക് ടോട്ടൽ സെയിൽസ് 7,60,000 തന്നിട്ടുണ്ട്, സെയിൽസ് റിട്ടേൺസ് 10,000 തന്നിട്ടുണ്ട്. സോ 7,60,000 മൈനസ് 10,000 ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ്. അപ്പോൾ 7,50,000 ആണ് നമ്മളുടെ നെറ്റ് സെയിൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ട് ഐറ്റം കിട്ടേണ്ടത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും അതുപോലെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും കിട്ടണം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട് നോക്കാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡയറക്റ്റ്ലി നമുക്ക് തന്നിട്ടുണ്ട്, 4,80,000 ആണെന്ന് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഓക്കെ,
ഓക്കെ. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, ഇനി നമുക്ക് തന്നിട്ടുള്ള എക്സ്പെൻസസ്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് തന്നിട്ടുണ്ട് 45,000, സെല്ലിംഗ് എക്സ്പെൻസ് തന്നിട്ടുണ്ട് 75,000, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ തന്നിട്ടുണ്ട് 30,000. അപ്പോൾ അതിൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസും സെല്ലിംഗ് എക്സ്പെൻസും ആണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. പ്രൊവിഷൻ ഫോർ ടാക്സേഷന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അല്ല. അപ്പോൾ 45,000ഉം 75,000ഉം നമ്മൾ എടുക്കും, അതാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. സോ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഇസ് ഈക്വൽ ടു അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് 45,000 പ്ലസ് സെല്ലിംഗ് എക്സ്പെൻസ് 75,000 ആണ്. അപ്പോൾ അതും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ആഡ് ചെയ്യുക. അപ്പോൾ 4,80,000 കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് 45,000 പ്ലസ് 75,000 ആണ് മൊത്തത്തിലുള്ള ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. ഡിവൈഡഡ് ബൈ 7,50,000 ഇൻറ്റു 100, 80% ആണ് നമ്മളുടെ ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മൊത്തത്തിലുള്ള സെയിൽസിൻ്റെ 80% എന്താണ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ് എന്നുള്ളതാണ് ഈ റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് റേഷ്യോ ആണ് ഡിസ്കസ് ചെയ്യുന്നത്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. അപ്പോൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്നായിരുന്നു. ഇവിടെ ഡിഫറൻസ് ഉണ്ട്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. അപ്പോൾ കഴിഞ്ഞ റേഷ്യോയിൽ നമ്മൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും സെയിൽസും തമ്മിലുള്ള റിലേഷനാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോയിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും നെറ്റ് സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പറയുന്നത്. So operating profit ratio explains the relationship between operating profit and net sales. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഒരു ഓർഗനൈസേഷൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കാണാനുള്ള ഫോർമുല. ഇനി എങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, എന്താണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ആണ്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഇല്ലേ, അതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അപ്പോൾ മൊത്തത്തിൽ സെയിൽസ് എന്താണോ ആ സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും കുറക്കുക. അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓൾറെഡി കുറച്ചിട്ടാണ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നത്. അതിൽ നിന്നും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടും. അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. മൊത്തത്തിലുള്ള സെയിൽസിൽ നിന്ന് എല്ലാ എക്സ്പെൻസും കുറക്കുക, അതാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേറെ രീതിയിലും നമുക്ക് കാണാം, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ലോങ് ടേം ലോൺസ് ആൻഡ് ഡിബെഞ്ചേഴ്സ് മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണാനുള്ള വേറൊരു മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡയറക്റ്റ്ലി നെറ്റ് പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിന് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണാൻ ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നെറ്റ് പ്രോഫിറ്റും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ലോണ്, ഡിബെഞ്ചർ, അതുപോലെ ടാക്സ്, ഇതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടുള്ള എമൗണ്ടാണ് നെറ്റ് പ്രോഫിറ്റ്. പക്ഷേ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺസ്, ഡിബെഞ്ചേഴ്സ്, അതുപോലെ ടാക്സ് ഒന്നും കുറക്കാത്ത എമൗണ്ടാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അപ്പോൾ നമുക്ക് മൊത്തത്തിലുള്ള നെറ്റ് പ്രോഫിറ്റാണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ നെറ്റ് പ്രോഫിറ്റിലൂടെ നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, ഇൻട്രസ്റ്റ് ഓൺ ലോണ്, അതുപോലെയുള്ള ഡിബെഞ്ചേഴ്സ്, അതിൻ്റെ ഒന്നും ഇൻട്രസ്റ്റ് ഒന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യൂല. അപ്പോൾ നെറ്റ് പ്രോഫിറ്റിലൂടെ നമ്മൾ ശരിക്ക് നെറ്റ് പ്രോഫിറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഒക്കെ കുറച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ശരിക്കും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണാൻ വേണ്ടി നമുക്ക് കുറക്കാൻ പറ്റില്ല. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിലൂടെ ഈ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് നമ്മൾ കുറച്ചിട്ടുള്ളത് നമ്മൾ ആഡ് ചെയ്യാം. ഓക്കെ, അതുപോലെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നെറ്റ് പ്രോഫിറ്റിൽ നമ്മൾ എന്ത് ആഡ് ചെയ്തിട്ടുണ്ടാവും, നെറ്റ് പ്രോഫിറ്റ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഇൻകംസ് ഡിഡക്റ്റ് ചെയ്യുക, അങ്ങനെ കിട്ടുന്ന എമൗണ്ടാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അപ്പോൾ ഇങ്ങനെ ഇൻഫർമേഷൻസ് ആണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, നെറ്റ് പ്രോഫിറ്റ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം, അങ്ങനെ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഒരു ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസിനെ കാണിക്കുന്ന റേഷ്യോ ആണ്. എത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ടാണ് ഒരു ഓർഗനൈസേഷൻ പെർഫോം ചെയ്യുന്നത് എന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റേഷ്യോ ആണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫ്രം ദ ഫോളോവിങ് അസർട്ടിങ് ദ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ തന്നിട്ടുണ്ട്. സെയിൽസ് ലെസ് സെയിൽസ് റിട്ടേൺസ് ആണ് 8 lakh. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്
5,60,000, administration expenses 50,000, selling expenses 30,000, interest 40,000, profit on sale of plant 15,000, provision for taxation 20,000. അപ്പോൾ സെയിൽസ് തന്നിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിട്ടുണ്ട്, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്, സെല്ലിംഗ് എക്സ്പെൻസ്, ഇത് രണ്ടും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. ഇൻട്രസ്റ്റ് 40,000 തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് എന്നുള്ളത് നമുക്ക് എന്താണ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അല്ല. ഓക്കെ, ഇൻട്രസ്റ്റ് എക്സ്പെൻസ് നമുക്ക് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അല്ല. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് പ്ലാന്റ്, ഒരു പ്ലാന്റ് സെയിൽ ചെയ്തപ്പോൾ നമുക്ക് 15,000 രൂപ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഫിക്സ്ഡ് അസറ്റ് നമ്മൾ സെല് ചെയ്യുമ്പോൾ ഉള്ള പ്രോഫിറ്റ് അത് നമുക്ക് എന്തല്ല, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അല്ല, അത് നമ്മൾ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം അല്ല. സാധാരണ നമുക്ക് ഒരു അസറ്റ് സെല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻകം ആണ്, പക്ഷേ ഓപ്പറേറ്റിംഗ് ഇൻകം അല്ല. ഫിക്സ്ഡ് അസറ്റ് സെല് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് നമ്മൾ ഓപ്പറേറ്റിംഗ് ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യില്ല. പിന്നെ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ തന്നിട്ടുണ്ട്, അതും എന്തല്ല, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അല്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കാണാനുള്ള ഫോർമുല ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആണ്. അപ്പോൾ നെറ്റ് സെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട് 8 lakh, സെയിൽസ് ലെസ് റിട്ടേൺസ് 8 lakh തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണണം. ഇപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണാൻ ഒരു ഇക്വേഷൻ എന്തായിരുന്നു, സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. ഓക്കെ, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ ഞാൻ പറഞ്ഞു നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതിൽ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസും സെല്ലിംഗ് എക്സ്പെൻസും മാത്രമേ ഇൻക്ലൂഡ് ആവുന്നുള്ളൂ. വേറെയുള്ള എക്സ്പെൻസ് ഇൻട്രസ്റ്റ് ആണ്, ഇൻട്രസ്റ്റ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അല്ല, പ്രൊവിഷൻ ഫോർ ടാക്സേഷനും അല്ല. അതുപോലെ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് പ്ലാന്റ് അബ്നോർമൽ ആയിട്ടുള്ള ഇൻകം ആണ്. അപ്പോൾ നമുക്ക് എക്സ്പെൻസ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 5,60,000 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം സെയിൽസ് 8 lakh തന്നിട്ടുണ്ട്, അതിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 5,60,000 ഡിഡക്റ്റ് ചെയ്യാം, മൈനസ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് 50,000 മൈനസ് സെല്ലിംഗ് എക്സ്പെൻസ് 30,000. സോ 8 lakh മൈനസ് 5,60,000 മൈനസ് 50,000 മൈനസ് 30,000 ഇസ് ഈക്വൽ ടു 1,60,000 ഇസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അപ്പോൾ ഓർഗനൈസേഷൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്താണ് നമുക്ക് കിട്ടി, 1,60,000 ആണ്. അപ്പോൾ സെയിൽസും നമുക്കറിയാം. ഇനി നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. So operating profit ratio is equal to 1,60,000 by 80,000 into 8 lakh into 100 ആണ്. അപ്പോൾ 1,60,000 by 8 lakh into 100 ചെയ്യുമ്പോൾ നമുക്ക് 20% എന്ന് കിട്ടും. അപ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മൊത്തത്തിൽ 8 lakh സെയിൽ ഉണ്ടെങ്കിൽ ആ 8 lakh സെയിലിൽ 20% ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ് ഒരു ഓർഗനൈസേഷന്. അപ്പോൾ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും 20% ഓർഗനൈസേഷൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്നുള്ളത് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത രണ്ടെണ്ണം, ഒന്ന് ഓപ്പറേറ്റിംഗ് റേഷ്യോ ആണ്, ഒന്ന് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, ഒന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പറയുന്നത്, ഒന്ന് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പറയുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് ഓർഗനൈസേഷന് കുറയുമ്പോഴാണ് ബെനിഫിഷ്യൽ, കാരണം എക്സ്പെൻസ് കുറയുക എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. പക്ഷേ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷന് റേഷ്യോ ഹയർ ആവുന്നതാവും ബെനിഫിഷ്യൽ, കാരണം ടോട്ടൽ നെറ്റ് സെയിൽസിൻ്റെ എത്ര % ആണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ താങ്ക് യു.